പ്രേമലേഖനം എഴുതിയ സർവനാമം. അങ്ങനെ ആ രഹസ്യം അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. വല്യേട്ടനായ നാമത്തിന് അന്ന് ആകെ ഡിപ്രഷൻ അടിച്ച സമയമായിരുന്നു. എവിടെ നോക്കിയാലും രാമു, കേരളം, കമ്പ്യൂട്ടർ, ഇങ്ങനെ സ്വന്തം പേര് മാറി മാറി വിളിച്ച് പുള്ളിക്ക് തൊണ്ടപറ്റി പണ്ടാരം അടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യ അമ്മ, ഈ നാട്ടുകാർ എന്നെ കൊണ്ട് ഒരു വിശ്രമവും തരുന്നില്ല. രാമു വന്നു, രാമു കണ്ടു, രാമു തിന്നു. ഓരോ വാചകത്തിൽ എത്ര തവണയായി രാമു. ഞാൻ വല്ലാതെ മെലിഞ്ഞു പോവുകയാണ് അമ്മേ. അവൻ സങ്കടം പറയാൻ തുടങ്ങി. തനിക്ക് പകരം നിൽക്കാൻ ഒരു അനുജനും കൂടി വേണമെന്നായിരുന്നു അവന്റെ അടുത്ത ശാഠ്യം. നാമം അമ്മയുടെ സാരിത്തമ്പിൽ പിടിച്ച് ഓയിൽ തേച്ച കവിളിലൂടെ കണ്ണീരൊഴുക്കി. തുടുത്ത കവിളത്തെ കണ്ണീർ കണങ്ങൾ കണ്ട് അമ്മയുടെ മനമറ്റ് ഏതമ്മയുടെയും മനം പോലെ നൊന്തു. മകന്റെ സങ്കടം കണ്ട് അമ്മയുടെ നെഞ്ച് തകർന്നു. അങ്ങനെയാണ് കുടുംബത്തിലേക്ക് ആ മൂന്നാമതൊരു കുഞ്ഞിനും കൂടി ജന്മം നൽകി. ജനിച്ചപ്പോയ പുള്ളി ഒരു മാസ ലുക്കിലായിരുന്നു ഈ മൂന്നാമൻ. വല്യേട്ടന് പകരം എവിടെ വേണമെങ്കിലും പകരക്കാരനായി ഇറങ്ങാൻ റെഡിയായി ഒരു കട്ട ലോക്കൽ ഗുണ്ടിയെ പോലെ അവൻ ആയി. ഞാനു വേണ്ടി തല്ലാനും കൊല്ലാനും തയ്യാറായി വളർന്ന അവന്റെ ചെവിയിൽ അമ്മ പേര് വിളിച്ചു സർവനാമം, പ്രോനൗൺ. സർവനാമത്തിന്റെ മാസ് എൻട്രി. പിറ്റേ നാട്ടിലെ പ്രമുഖ എഴുത്തുകാരനായ സുരേഷ് ഒരു കഥ എഴുതാനിരുന്നു. പതിവ് പോലെ നാമത്തിന് ഇട്ട് അലട്ടാൻ തന്നെയായിരുന്നു പുള്ളിയുടെ ഭാവം. സുരേഷ് എഴുതാൻ തുടങ്ങി. രാമു നല്ലൊരു പയ്യനാണ്. രാമു എന്നും രാവിലെ എഴുന്നേൽക്കും. രാമു ചായ കുടിക്കും. രാമു സ്കൂളിൽ പോകും. ഇത് കേട്ടതും നാമം കസേരയിലിരുന്ന് തലയിൽ കൈവച്ച് ദാ വീണ്ടും തുടങ്ങി. എനിക്ക് വയ്യേ. അപ്പോഴാണ് അനിയൻ സർവനാമം മുണ്ടും മടക്കി കുത്തി സീനിലേക്ക് വരുന്നത്. ചേട്ടൻ മാറി നിൽക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. അവൻ നേരെ സുരേഷിന്റെ പേരത്തുമ്പിലേക്ക് ഉറച്ച ചാട്ടം. അടുത്ത നിമിഷം സുരേഷ് എഴുതിയ വരികൾ മാറി മറിഞ്ഞു. രാമു നല്ലൊരു പയ്യനാണ്. അവൻ എന്നും രാവിലെ എഴുന്നേൽക്കും. അവൻ ചായ കുടിക്കും. അവൻ സ്കൂളിൽ പോകും. നാമം ഞെട്ടി. ഡാ, നീ എന്നെ രക്ഷിച്ചല്ലടാ. ഇതൊക്കെ എന്ത്? സർവനാമം മീശ വിരിച്ചു. അവൻ, അവൾ, അത്, അവർ, ഞാൻ, നീ. അങ്ങനെ ചേട്ടൻ ക്ഷീണിക്കുന്ന എല്ലായിടത്തും വരാൻ എനിക്ക് 100 ഭാവങ്ങളുണ്ട്. ചേട്ടന് വേണ്ടി തല്ലാനും കൊല്ലാനും എന്തിന്? ചേട്ടന്റെ അവരനായി ജീവിക്കാനും ഈ അനിയൻ റെഡിയാണ്. അങ്ങനെ നാമത്തിനൊടുവിൽ സമാധാനമായി. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സർവനാമം ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു. നാമം കാമുകിക്കായ ക്രിയക്ക് ഒരു ലവ് ലെറ്റർ എഴുതാനിരിക്കുകയായിരുന്നു. നാമം എഴുതി, പ്രിയപ്പെട്ട ക്രിയെ, രാമു നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് കണ്ടുനിന്ന് സർവനാമം വിടുമോ? പുള്ളി ഓടി വന്ന് രാമു എന്ന നാമത്തെ തള്ളിമാറ്റി അവിടെ കയറിയിരുന്നു. കത്തുമാറി ഇങ്ങനെയായി. പ്രിയപ്പെട്ട ക്രിയെ, അത് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. കത്ത് കിട്ടിയ ക്രിയ ഒരൊറ്റ ചൂല് വലിച്ചൊരേറ്. അത് എന്ന് വിളിച്ചതിന് സർവനാമത്തിന് കിട്ടിയ നല്ല ഒന്നാന്തരം അടി. നാമത്തിന് പകർന്നു നിൽക്കാൻ സർവനാമം നല്ലതാണെങ്കിലും പ്രേമലേഖനം എഴുതുമ്പോൾ സ്വന്തം പേര് തന്നെ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ക്രിയയോട് പ്രേമം പറയാൻ പോയ സർവനാമത്തിന് കിട്ടിയ പണി ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ മലയാളം ടീച്ചർ സർവനാമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ടീച്ചർ ചോദിച്ചു. അപ്പോൾ ക്ലാസ്സിലെ തമാശക്കാരൻ ജിന്നു എഴുന്നേറ്റ് പറഞ്ഞു, ടീച്ചർ, വീട്ടിൽ അമ്മ വിളിക്കുന്നത് നീ എന്നാണ്, അതും സർവനാമോ? ക്ലാസ് മുഴുവൻ പൊട്ടിച്ചിരിച്ചു. ശരി, ടീച്ചർ വീണ്ടും ചോദിച്ചു. ഞാൻ ഉപയോഗിച്ചൊരു വാക്യം പറയൂ. ജിന്നു പറഞ്ഞു, ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്യാനിരുന്നു, പക്ഷേ ഉറങ്ങിപ്പോയി. അടുത്ത ചോദ്യം. ഇപ്പോൾ അവൻ ഉപയോഗിച്ചൊരു വാക്യം പറയൂ. ജിന്നു പറഞ്ഞു, അവൻ ക്ലാസ്സിൽ പഠിക്കാനാണ് വരുന്നത്, പക്ഷേ ടിഫിൻ കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. എല്ലാവരും വീണ്ടും ചിരിയോട് ചിരി. അവസാനം ടീച്ചർ ചോദിച്ചു, അവൾ ഉപയോഗിച്ചൊരു വാക്യം. ജിന്നു കുറച്ച് ആലോചിച്ചു പറഞ്ഞു, അവൾ പരീക്ഷയിൽ ഒന്നാമതെത്തി, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു. പഠിച്ച സർവനാമങ്ങൾ: ഞാൻ, നീ, അവർ, ഞങ്ങൾ, അവൾ, അവൻ, അത്. ചിരിപ്പിക്കുന്ന പാഠം: സർവനാമങ്ങൾ വാക്യങ്ങളെ ചെറുതാക്കും, പക്ഷേ ജിനു പോലുള്ളവർ അവയെ വലിയ തമാശയാക്കും.
സർവനാമങ്ങൾ ഒറ്റവാക്കിൽ. അയ്യു ദേവി, ഷിറ്റ്, പ്രോണൗണിനെ ഓർത്തുവെക്കുക. സർവനാമം, പ്രോനൗൺ. ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. ഇത് ഒരേ നാമം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒഴിവാക്കുകയും വാക്യങ്ങൾ കൂടുതൽ വ്യക്തവും സുഗമവുമാക്കുകയും ചെയ്യുന്നു. A pronoun is a word that is used in place of a noun. It helps us avoid repeating the same noun again and again, making our sentences clearer, smoother, and easier to understand. സർവനാമങ്ങൾ എന്തിന് ഉപയോഗിക്കുന്നു? Why use pronouns? നാമങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ. To avoid repetition of nouns. വാക്യങ്ങൾ കൂടുതൽ വ്യക്തവും സുഗമവുമാക്കാൻ. To make sentences clearer and smoother. എഴുത്തിന്റെയും സംസാരത്തിന്റെയും ഒഴുക്കും വ്യക്തതയും മെച്ചപ്പെടുത്താൻ. To improve the flow and clarity of writing and speech. ഭാഷ കൂടുതൽ സ്വാഭാവികവും മനസ്സിലാക്കാൻ എളുപ്പവുമാക്കാൻ. To make language sound more natural and relatable. സർവനാമങ്ങളുടെ ഉദാഹരണങ്ങൾ. Examples of pronouns. I ഞാൻ, you നീ നിങ്ങൾ, he അവൻ, she അവൾ, it അത്, we ഞങ്ങൾ, they അവർ. Me എന്നെ, him അവനെ, her അവളെ, us ഞങ്ങളെ, them അവരെ. my എന്റെ, your നിങ്ങളുടെ, his അവന്റെ, her അവളുടെ, our ഞങ്ങളുടെ, their അവരുടെ. ഉദാഹരണങ്ങൾ. Examples. സർവനാമം ഇല്ലാതെയുള്ള സെന്റൻസ്, സെന്റൻസ് വിതൗട്ട് എ pronoun. സാറയ്ക്ക് പാൽ ആവശ്യമായതിനാൽ സാറ കടയിലേക്ക് പോയി. Sarah went to the store because Sarah needed milk. സർവനാമം ഉള്ള സെന്റൻസ്, സെന്റൻസ് വിത്ത് എ pronoun. സാറയ്ക്ക് പാൽ ആവശ്യമായതിനാൽ അവൾ കടയിലേക്ക് പോയി. Sarah went to the store because she needed milk. വിശദീകരണം, explanation. ഇവിടെ അവൾ എന്നത് സാറ എന്ന നാമത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന സർവനാമമാണ്. Here, she is the pronoun used in place of the noun Sarah.